ഗോവിന്ദചാമിക്ക് ജയിലിനകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ആരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നതിലൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ പരിശോധനയിലുണ്ട്, അന്വേഷണത്തിലാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇയാൾ ഒരു ഗ്രില്ല് മാത്രമാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത് നേരത്തെ തന്നെ, അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് 20 ദിവസത്തോളം ആസൂത്രണം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നെങ്കിലും കൂടുതൽ സമയം, അതായത് ഇയാൾ തടി കുറക്കുന്നതിന് വേണ്ടി, മെലിഞ്ഞ് ഒട്ടുന്നതിന് വേണ്ടി ആ രീതിയിലുള്ള ഭക്ഷണക്രമം, ചപ്പാത്തിയാണ് ഇയാൾ നിരന്തരമായി കഴിച്ചിരുന്നത്. അങ്ങനെ തടി കുറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗ്രില്ലിനുള്ളിലൂടെ നിഷ്പ്രയാസം കടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ ഏതാണ്ട് 20 ദിവസമാണ് പോലീസ് പറയുന്നെങ്കിലും അതിൽ കൂടുതൽ ദിവസം എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതിനുശേഷമാണ് ഇയാൾ ഉപ്പ് തേച്ച് ഗ്രില്ല് ദ്രവീകരിച്ച് അവിടെ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് പുറത്തേക്ക് കടന്നത്. അങ്ങനെ ഇപ്പോൾ ഗോവിന്ദചാമിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. റിമാൻഡിൽ വിടാനായിരിക്കും ആവശ്യപ്പെടുക എന്നാണ് അറിയുന്നത്. കാരണം എങ്ങനെയൊക്കെയാണ് ഈ ജയിൽ ചട്ടം സാധ്യമായത് എന്നതിലൊക്കെ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, 10 മണിക്കൂറിന് ശേഷമാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞത്. ഇത് ജയിൽ ചാടി എന്ന വിവരങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടായത്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായത് അവിടെയുള്ള ജനങ്ങൾ നൽകിയ, നാട്ടുകാർ നൽകിയ നിർണായക വിവരങ്ങളല്ലേ? മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. B10 കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏതാണ്ട് 10-14 വർഷക്കാലമായി ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നത്.